ക്ലിക്ക് മീ മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നുള്ളത് നെല്ലിയാമ്പതിയിലാണ്. നെല്ലിയാമ്പതിയിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു റിസോർട്ടുണ്ട്, അവിടെയാണ് വന്നിട്ടുള്ളത്. വന്യ ഹോളിഡേ റിസോർട്ട്. നെല്ലിയാമ്പതി പുലയമ്പാറയിൽ നിന്ന് ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ കാട്ടിലേക്ക് പോയിട്ടാണ് റിസോർട്ടുള്ളത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ചന്ദ്രമല എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ. നിറയെ 4 ഭാഗവും തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ മോർണിംഗ് രാവിലെ തന്നെ നല്ല തണുപ്പ്, നല്ല ചെറിയൊരു കാറ്റ്, എല്ലാം കൊണ്ട് നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നെല്ലിയാമ്പതിയിലുള്ളത്. അപ്പോൾ നമുക്ക് പോകാനുള്ള ജീപ്പ് കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിട്ട് അങ്ങോട്ട് ഒരാൾ പോയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടുന്ന് പോകും, പക്ഷേ നമുക്ക് ആ ഒരു ഓഫ് റോഡ് ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീപ്പിൽ പോകുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ജീപ്പിൽ നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ചന്ദ്രമലൈ എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. ഇവിടെയൊക്കെ താഴെയൊക്കെ ഒരുപാട് ലയങ്ങൾ, ഈ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ താമസിക്കുന്ന ലയങ്ങളുണ്ട്. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ആന, കാട്ടുപോത്ത്, മ്ലാവ്, അങ്ങനെയുള്ള ഒരുപാട് മൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളിന്ന് രാത്രിയിൽ ഇതിലൂടെ ഒരു റൈഡൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ നമുക്ക് കാണാൻ പറ്റിയാൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇതിൻ്റെ അപ്പുറത്ത് പറമ്പിക്കുളം ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഏറ്റവും എൻഡായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ പറമ്പിക്കുളത്തിൻ്റെ. കൂടെ ഉള്ളത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഷിഹാബുക്ക, മുനീർക്ക, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഡ്രൈവ് ചെയ്യുന്നത് ഗോകുലാണ്. എറണാകുളം ഉള്ളതാണ്, റിസോർട്ടിലെ ജോലിക്കാരനാണ്. ഈ താഴെ കാണുന്ന സ്ഥലത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രിയിൽ ഒരുപാട് മ്ലാവൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് ഇവർ. അപ്പോൾ രാത്രിയിൽ നമുക്കതൊക്കെ കാണാം. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ കൊമ്പനെയും അതുപോലെ തന്നെ കാട്ടുപോത്തിനൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് മൃഗങ്ങൾ രാത്രിയിൽ വരുന്ന സ്ഥലമാണ്. മ്ലാവ്, കേഴമാന്, അതുപോലെ തന്നെ കാട്ടുപോത്തുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടെ ഒരു കാട്ടിലെ മൃഗങ്ങൾക്ക് ഒരു അത്താണിയായിട്ട് നിൽക്കുന്നൊരു സ്ഥലമാണ്. വെള്ളം കുടിക്കാനൊക്കെ ചൂടുകാലത്ത് വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്നൊരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇതിന് നേരെ അപ്പുറത്ത് നല്ല തിക്ക് ഫോറസ്റ്റാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ വെള്ളം കുടിക്കാൻ എല്ലാവരും വരും. സ്വാഭാവികമായിട്ടും ഈ കാട്ടിൽ ഈ ചൂടുകാലമാകുമ്പോൾ കാട്ടിൽ വെള്ളം കുറയുമ്പോഴാണ് കാട്ടിൽ നിന്ന് ഇവരൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വരുന്നത്. കൊട്ടയങ്ങാടി അല്ലേ? കൊട്ടയങ്ങാടി ഇവിടെ കുറേ ലയങ്ങളാണ്. ഇവിടെ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ലയങ്ങൾ. ഇതൊരു പോസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത് പോസ്റ്റ് ഓഫീസാണ്. ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. പിന്നെ ഇത് സ്റ്റേജ് അല്ലേ? എന്തോ പഞ്ചായത്തിൻ്റെ എന്തോ ആണ് തോന്നുന്നത്. എന്തോ ഓക്കെ. ഇനി നമ്മൾ ഫോറസ്റ്റിലേക്ക് കടക്കാൻ പോവാണ്. ഏകദേശം 1 കിലോമീറ്റർ നമുക്ക് ഫോറസ്റ്റാണ് ഡ്രൈവ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഓഫ് റോഡും ആണ്. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് നല്ല തിക്ക് ഫോറസ്റ്റാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ എസ്റ്റേറ്റും. ഇനി അങ്ങോട്ട് കുറച്ചുകൂടി മുന്നോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ ഒരുപാട് മൃഗങ്ങൾ ഇറങ്ങി വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിലും രാത്രി നമുക്ക് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. ക്യാമറാമാൻ മുനീർ ചെങ്ങാനിക്കൊപ്പം നൗഫൽ അറക്കൽ. അപ്പോൾ നമ്മൾ വന്യ ഹോളിഡേ റിസോർട്ടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പേരിനോട് സാമ്യമുള്ള അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ആംബിയൻസും ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ തന്നെ അല്ലേ. 2 സൈഡിലും നിറയെ കാട്, ഇതിൻ്റെ അപ്പുറത്ത് വലിയൊരു മലയുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇതിനുള്ളിലേക്ക് കയറുക, എന്നിട്ട് ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുഭാഗങ്ങൾ എന്തൊക്കെ കാണാനുണ്ട്, ഇവിടെ ഫാമിലിയായിട്ടും ബാച്ചിലേഴ്സായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. നല്ലൊരു ഗേറ്റൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ വലിയൊരു കോട്ടേജാണ് കാണുന്നത്. നമുക്കിവിടെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇവിടുത്തെ റിസപ്ഷൻ ഏരിയയാണ്. ഒരു പോർട്ടിക്കോ ഇവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. 2 മരങ്ങൾക്കിടയിലൂടെയുള്ള ചെറിയൊരു നടപ്പാത ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 12 റൂമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. 12 ഡബിൾ ബെഡ്റൂമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്.
ഇനി താഴെയാണ് ഇതിൻ്റെ പൂള് വരുന്നത്. നമുക്ക് പൂളിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ റെസ്റ്റോറൻറ്റും പൂളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വന്യാൻ ഹോളിഡേ റിസോർട്ടിന് ബാഡ് ചെയ്തിട്ടുണ്ട്. പൂള് നല്ല വിശാലമായിട്ടുള്ള നല്ല സൗകര്യമുള്ള പൂളാണ്. അത്യാവശ്യം ആളുകൾക്കൊക്കെ ഒരു 5-8 ആളുകൾക്കൊക്കെ ഒരേ സമയത്ത് തന്നെ പൂളിൽ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള പൂൾ തന്നെയാണ് എത്തിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഫോറസ്റ്റിലേക്ക് മുഖം തിരിഞ്ഞിട്ടുള്ളൊരു പൂളാണ്. നല്ല ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള കപ്പിൾസിനും ബാച്ചിലേഴ്സിനൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി വന്യ റിസോർട്ടിലെ റെസ്റ്റോറൻറ്റ് കാണിച്ചു തരാം. പൂളിനോട് ചേർന്നിട്ട് തന്നെ ആണ് നമ്മുടെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വരുന്നത്. വാവ്, നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ചുമരിലൊക്കെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റ് സെറ്റപ്പൊക്കെയാണ്. ഒരു 10-15 പേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഹാള്. പൂളിനോട് ചേർന്നിട്ട് തന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് സൈഡിൽ ബാക്കിൽ ഇരുന്നിട്ട് പൂളിനോട് ചേർന്നിട്ട് ആ ഒരു ആംബിയൻസ് കിട്ടി അവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കണേ അവിടെ നിന്ന് കഴിക്കാം. അത് സെറ്റപ്പ് കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ റിസോർട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നടന്ന് കാണുകയാണ്. ഇപ്പോൾ തൽക്കാലം ഇത് ട്രയൽ റണ്ണിങ്ങിലാണ് ഈ റിസോർട്ടിലുള്ളത്. ഇവിടെ 12 റൂം മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇനി ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ കോട്ടേജുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ചെറിയ കോട്ടേജുകൾ, ചെറിയ വില്ലകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ റിസോർട്ട് തന്നെ ആവും. പിന്നെ ചിൽഡ്രൻസ് പാർക്ക്, അതുപോലെ തന്നെ ഇൻഡോർ ഗെയിംസ്, മറ്റ് സംഗതികളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ട്രയൽ റണ്ണിങ്ങേ തുടങ്ങിയിട്ടുള്ളൂ. കസ്റ്റമേഴ്സിനെ അലോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അങ്ങോട്ടൊക്കെ ഫോറസ്റ്റാണ്. ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ വന്യ റിസോർട്ടിലെത്തി. വന്യ റിസോർട്ടിൻ്റെ ഔട്ട്ഡോർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇവിടുത്തെ പൂള് കാണിച്ചു തന്നു, റെസ്റ്റോറൻറ്റ് കാണിച്ചു തന്നു, പിന്നെ ഇവിടുത്തെ കോട്ടേജുകളെ കുറിച്ച് പരിചയപ്പെടുത്തി. ഇനി നമുക്ക് റൂം ഫെസിലിറ്റീസ് എന്തൊക്കെ ഉണ്ട് എന്നാണ് അറിയേണ്ടത്. റൂം ഫെസിലിറ്റീസ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ റൂമിൽ താമസിച്ച് അതിന് ശേഷം നമുക്ക് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ കുറിച്ച് വിശദീകരിക്കാം. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് പുറം കാഴ്ചകളും കൂടി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ ഇവിടുത്തെ ഫോറസ്റ്റ് റൈഡ് നടത്തുന്നുണ്ട്. അപ്പോൾ കുറച്ച് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും വന്യ എന്നുള്ള ആ ഒരു പേരിന് അർത്ഥം വെക്കുന്ന രീതിയിലുള്ള ഒരു റിസോർട്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു റിസോർട്ട്. കൂടുതൽ കോട്ടേജുകളൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള പണികളൊക്കെ തീർന്നു കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയായിരിക്കും ഈ റിസോർട്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് പാർക്കിംഗ് സ്പേസാണ്. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ നമ്മളെ വണ്ടി ഇവിടെ വന്ന് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് അവർ. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസാണിത്. ഈ ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഇവിടെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇരിപ്പിടങ്ങളൊക്കെ മരം കൊണ്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഇവരിവിടെ ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫോറസ്റ്റിൻ്റെ വ്യൂ ആണ്. നല്ല രസമുള്ള വ്യൂ ആട്ടോ. ഉണ്ടോ, ഇതൊക്കെ ഫോറസ്റ്റാണ്. ഇതൊക്കെ മരം കൊണ്ടുള്ള ചെറിയ വൈകുന്നേര സമയത്തും രാവിലെ സമയത്തൊക്കെ വ്യൂ ഒക്കെ കാണാനും കാറ്റ് കൊള്ളാനൊക്കെ വേണ്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികൾ, അങ്ങനെ ഓരോന്നിൻ്റെ ശബ്ദം നമ്മളിങ്ങനെ ചെവി കൂർപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഇങ്ങനെ സൈലൻ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഓരോന്നിനെയും നമുക്ക് കേൾക്കാൻ പറ്റും. ദൂരെ നിന്ന് ഇങ്ങനെ മലമുഴക്കി വേഴാമ്പലിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ ഈ കരിങ്കുരങ്ങൾ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ, ഇതിൻ്റെ അപ്പുറത്തൊക്കെ കരിങ്കുരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നതൊക്കെ ഉണ്ട്. ഒറ്റ നോട്ടത്തിലാണ് കിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും നമ്മൾ ക്യാമറ എടുത്ത് ഇറങ്ങുന്നത്. നല്ല മഴക്കോൾ ഇങ്ങനെ കാണുന്നുണ്ട്. നല്ല ഇടിയും മിന്നലും കാറ്റൊക്കെയാണ്. ഇത് എസ്റ്റേറ്റ് ആണ്, ഇത് ഫോറസ്റ്റ് ആണ്. എന്തെങ്കിലും വന്നാലോ ഇരിക്കാൻ വന്നാൽ പോലും കാറരുത്. ഇല്ല അങ്ങനെ കാറരുത്, ശബ്ദം ഉണ്ടാക്കരുത്, മാക്സിമം സൈലന്റ് ആകുക. അപ്പോൾ നമ്മളിന്ന് വന്യ റിസോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നെല്ലിയാമ്പതിയിലേക്കൊന്ന് ഇറങ്ങി നോക്കുകയാണ്. ഓഫ് റോഡിൽ രാത്രിയിൽ ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് നോക്കുകയാണ്. വല്ല
കാട്ടുമൃഗങ്ങളെയും കാണാൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് സാധാരണ നിലയിൽ ഇവിടെ കാട്ടുപോത്ത്, ആന, മ്ലാവ് അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ വഴിയിൽ കാണാറുള്ളത് എന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ മാനേജർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കാട്ടുപോത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഭയങ്കര ക്ലാമറാണ്. ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ വഴിയിൽ ഒരു 7-8 എണ്ണം. ആഹാ, കൂട്ടായിട്ടുണ്ടോ? ഒറ്റയല്ലേ അപകടകാരി? ഇനിയൊന്നുമില്ല. വഴിയിൽ ആദ്യം ഒരു 3-4 പേര് ഒന്നിച്ച് നിൽക്കുന്നു. 2 കുട്ടികളും ഉണ്ട്, 2 ആൾക്കാരും പിന്നെ 2 എണ്ണം കൂടെ ഒന്നിച്ച് നിൽക്കുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് എല്ലാവരും കൂടി അങ്ങ് സ്പ്രെഡായി കുട്ടികളെയും കൊണ്ട് നേരെ താഴേക്ക് ഇറങ്ങി. പിന്നെ 2 പേര് അവിടെ നിന്ന് നോക്കി. ഒരാൾ ഇങ്ങോട്ട് നടന്നു വന്ന് ഞങ്ങൾ കുറേ റിവേഴ്സ് പോയി. പിന്നെ പുള്ളി ഒതുങ്ങി തന്നു. അവിടുന്ന് കയറി ഇങ്ങനെ വന്നപ്പോൾ 2 പേര് നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഒരുത്തം വഴി നിറഞ്ഞു നിൽക്കുക. ഒരു എമ്മണ്ട സാധനം, ശക്തിയുള്ള സാധനമാണ്. ഭയങ്കര അഴക്. അത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടും. ഒരു 50-60 കിലോമീറ്റർ സ്പീഡിൽ 2 ചാട്ടത്തിനപ്പുറം എന്നിട്ട് അതേ സ്പീഡിൽ തന്നെ ടേൺ ചെയ്ത് നിൽക്കും. അത്രയ്ക്ക് ആരോഗ്യമായിരുന്നു. ഇല്ല, ആ പോകുന്ന 300 കിലോ ഉള്ളതൊക്കെ ഉണ്ടല്ലേ. 300 3000 കിലോ 300 പോത്തില്ലേ? ഒരു 3000 കിലോ ഉണ്ട് ഈ സാധനം. ഈ ജീപ്പിനൊക്കെ ഇനി വരുന്നുണ്ട്. ജീപ്പ് വേണ്ട 2800-2600 കിലോ എന്തോ ഉള്ളൂ. യോഗം ഉണ്ടെങ്കിൽ ഈ വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ കാണാം. ഇവിടെയാണ് അതിന്റെ ഒരു ഏരിയ കേന്ദ്രം. ഒളിക്കേന്ദ്രം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെയാണ് കാട്ടുപോത്ത് ഉണ്ടാവാറുള്ളത്. നമ്മൾ നോക്കുക ഇവിടെ ഉണ്ടാവുമെന്നുള്ളത്. ഉണ്ടാവട്ടെ നമുക്കൊന്ന് ആ ചന്തമുള്ള നമുക്കൊന്ന് കാണാം. ഇല്ല വഴിയിലൊന്നും കാണുന്നില്ല. ഉണ്ടായേക്കാം. നമുക്ക് പ്രതീക്ഷ കൈവിടേണ്ട. മിക്കവാറും നമ്മൾ അതാ പോകുന്നത്. അത് കലമാനി അതാ അതിനുള്ളിലേക്ക് പോകുക. മ്ലാവാണ് അല്ലേ? മ്ലാവാണ് പോകുന്നത്. മാവ് മാന്റെ ഒരു ഇനം തന്നെയാണ്. പശു പോലെ ഇരിക്കും. നല്ല വലിപ്പമുള്ള ഒരു മാൻ. എന്താ സ്മെല്ല് ഇതിന്റെ? ഇവിടെ ഇഷ്ടം പോലെ മ്ലാവുകൾ ഉണ്ടാവും. അതിന്റെ നനഞ്ഞു കഴിയുമ്പോഴല്ലോ അതിന്റെ ആ മൂത്രവും ചാണകമൊക്കെ ആയിരിക്കും. അതാ ഇവിടെ നിൽക്കുന്നതാണ് ഒരു മ്ലാവത നിൽക്കുന്നത്. ഞാനൊന്ന് സൂം ചെയ്യട്ടെ. ഓ, കണ്ടോ? നിങ്ങൾ കണ്ടില്ലേ? അതാ കാണും. ഒരു മ്ലാവാണ്. ഓ, നല്ല മനോഹരം. ശരിക്കും വരയാടിനൊക്കെ പോലൊക്കെ തന്നെ അല്ലേ സാധനം? അതിനെ കുറിച്ച് വലുതാണ് സാധനം. അപ്പൊ നമ്മൾ മ്ലാവിനെ കണ്ടു. ഇനി തിരിച്ചു വരുമ്പോൾ കാട്ടുപോത്തിനെ കാണാൻ നോക്കുക. മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. മഴ പെയ്തതുകൊണ്ട് റോഡൊക്കെ നല്ല ചെളിയാണ്. ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പശയുള്ള മണ്ണാണ്. അതുകൊണ്ട് നല്ല സ്ലിപ്പാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ജീപ്പ് എടുത്ത് ഇറങ്ങിയത്. നമ്മൾ കാർ എടുത്ത് ഇറങ്ങിയിട്ടില്ല, ജീപ്പ് എടുത്ത് ഇറങ്ങിയത് അതുകൊണ്ടാണ്. 2 മ്ലാവിനെ കണ്ടു. ഇനി കാട്ടുപോത്ത് സ്മെല്ലുണ്ട്. അതിന്റെ സ്മെല്ല് വരുന്നുണ്ട്. അതൊക്കെ അതിന്റെ വഴിയാണ്. ആനയും മറ്റതൊക്കെ വരുന്ന വഴിയാണ്. പുളിയമ്പാറ വന്ന് തിരിച്ച് നമ്മൾ റിസോർട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ തിരിച്ചു പോകുന്ന വഴിയിൽ നമുക്ക് എന്തെങ്കിലും കാണാൻ കിട്ടുമോ നോക്കാം. വഴിയിലൊക്കെ നിറയെ മ്ലാവ് അതുപോലെ തന്നെ കേഴമാന് ഇതൊക്കെ ആയിരുന്നു കണ്ടത് നമ്മൾ. അതുപോലെ തന്നെ കാട്ടുമുയൽ, ഇതുപോലെയുള്ള ഒരുപാട് റയറായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ വഴിയിലൊക്കെ കണ്ടു. മ്ലാവ് പൊതുവെ നെല്ലിയാമ്പതിയിൽ ഒരുപാടുള്ള സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ വേഴാമ്പലൊന്നും രാത്രി നമുക്ക് കാണാൻ കിട്ടില്ല. കാട്ടുമുയൽ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? കാട്ടുമുയൽ ഇഷ്ടം പോലെ കണ്ടു നമ്മൾ. അതാ അവിടെ കാട്ടുപന്നി അതാ ശരിക്കും നല്ല അപകടകാരിയാണ് സാധനം. അങ്ങനെ കയറി പോകുന്നതാണ്. അതാ പോകുന്നത് റോഡിൽ കാണുന്നില്ല നിങ്ങൾ? അതാ കാട്ടുപന്നിയാണ് പോകുന്നത്. കാട്ടുപന്നിക്കൊരു സ്വഭാവമുണ്ട്. അത് പോകുന്ന വഴിയിൽ എന്താണോ സാധനം കാണുന്നത് അത് കുത്തി മറിച്ചിട്ടിട്ട് പോവാന്നുള്ളത്. അതുപോലെ കൃഷിയൊക്കെ നശിപ്പിക്കുന്നത് അങ്ങനെയാണ്. മാക്സിമം എന്തെല്ലാം നശിപ്പിക്കാൻ പറ്റും അതൊക്കെ നശിപ്പിച്ചിട്ടേ അത് പോകുള്ളൂ. ഇതാ പോകുന്നു ഓടിപ്പോന്നു. കാട്ടുപന്നിയാണ് ഈ പോകുന്നത്. കണ്ടോ? ഇതിൻ്റെ നമ്മുടെ വന്യ റിസോർട്ടിൻ്റെ അപ്പുറത്തെ ഭാഗം പറമ്പിക്കുളം ഫോറസ്റ്റ് ഡിവിഷൻ്റെ അതിൻ്റെ ഏറ്റവും എൻഡിൽ നിൽക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടുവ അതുപോലെ തന്നെ ആനകളൊക്കെ ഇറങ്ങി വരാറുണ്ട്.
നമ്മുടെ റിസോർട്ടിൻ്റെ താഴെ ഒരു കൊമ്പനും 2 പിടിയാനയും ഒരു കുട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. അതിനൊക്കെ രാവിലെ നമുക്ക് കാണാൻ പറ്റിയാൽ കാണാം. നമ്മളിങ്ങനെ ഓഫ് റോഡ് ജീപ്പ് അങ്ങനെ കയറിക്കൊണ്ടിരിക്കട്ടോ. നല്ല അടിയൊന്നും തട്ടൂല കേട്ടോ. ഈ വഴിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് വണ്ടിയും കാറും കൊണ്ടൊക്കെ ഈ റിസോർട്ടിലേക്ക് വരാം. നല്ല ഓഫ് റോഡാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളിതിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുക. അടി തട്ടുന്നുള്ള പേടി ആർക്കും വേണ്ട, നല്ല കല്ല് പാകിയിട്ടുള്ളൊരു വഴിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഓഫ് റോഡൊക്കെ പോയി വന്നു. രാത്രിയിൽ ഒരുപാട് മാന്, കിഴമാന്, അതുപോലെ തന്നെ മ്ലാവ്, കാട്ടുപന്നി, പിന്നെ കാട്ടുമുഴയിൽ, ചെന്നായ്ക്കളൊക്കെ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ കാണാനുണ്ടായിരുന്നു. പക്ഷെ കാട്ടുപോത്തിനെ അതുപോലെ തന്നെ ആനനെ നമുക്ക് കാണാൻ കിട്ടിയിട്ടില്ല. നിരന്തരം ഇവിടെയൊക്കെ ഇറങ്ങുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. ശരിക്കും വന്യ റിസോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സിനും ഫാമിലിക്കൊക്കെ നല്ല ഒരു കാടിൻ്റെ ഫീല് കിട്ടുന്ന തരത്തിലുള്ള ഒരു റിസോർട്ടാണ് ഈ റിസോർട്ട്. ഇനി നമ്മൾ ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഏതായാലും റൂമിൻ്റെ മറ്റു ഫെസിലിറ്റീസും സ്വാഭാവികമായിട്ടും റൂമിൽ താമസിച്ചതിന് ശേഷമാണ് നമ്മൾ റിവ്യൂ കൊടുക്കുക. അതുകൊണ്ട് റൂമിൻ്റെ ഫെസിലിറ്റീസും റൂമിലെ കാര്യങ്ങളും ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയും അതുപോലെ തന്നെ മറ്റ് ഫുഡൊക്കെ നമുക്ക് ഇവിടുത്തെ അനുഭവിച്ചതിന് ശേഷം നമുക്ക് പങ്കുവെക്കാം. ഓക്കെ, ഇനി നമ്മൾ ക്യാമ്പ് ഫയറിലേക്ക് പോവുകയാണ്. പൂളിൻ്റെ അടുത്ത് തന്നെ ആ ചെറിയ നല്ലൊരു തണുപ്പുണ്ട്. വൈകുന്നേരത്തെ മഴയൊക്കെ ആയപ്പോൾ നല്ലൊരു തണുപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വന്യ ഹോളിഡേ റിസോർട്ടിലെ റൂമുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. റൂമിൻ്റെ സൗകര്യങ്ങൾ ഇവിടുത്തെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. റൂമിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീൽ, പുതിയ പ്രോപ്പർട്ടി അതിനെക്കൊണ്ട് തന്നെ റൂമൊക്കെ നല്ല ഫ്രഷ് റൂമാണ്. നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലൊക്കെ നല്ല കുഷ്യനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡ് ഫിനിഷിങ് ഇവിടെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡൊക്കെ നല്ല സൗകര്യമുള്ള 2 പേർക്ക്, നല്ല ഒരു കപ്പിൾസിന് നല്ല സൗകര്യമുള്ള ബെഡാണ്. ഇത്രയും നല്ല സൗകര്യമുള്ള ഒരു റൂമാണ്. ഈ വാളിലൊക്കെ കൊടുത്തിട്ടുള്ളത് വുഡൻ ഫിനിഷിംഗ് ആണ്. അതുപോലെ തന്നെ TV കുറച്ച് എനിക്ക് തോന്നുക കുറച്ചൊന്ന് സെൻറ്ററിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് തോന്നുന്നുണ്ട്. ഇനി ഇവിടെ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ബാൽക്കണിയാണ്. ഈ ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു വ്യൂ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചാരിട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റ് വ്യൂ ആണ്. ഫോറസ്റ്റിൽ നേരത്തെ ഞാൻ രാവിലെയൊക്കെ പറഞ്ഞതുപോലെ മലയണ്ണാൻ, വേഴാമ്പൽ, അതുപോലെ തന്നെ കരിങ്കുരങ്ങ്, അങ്ങനെയുള്ള ഒരുപാട് കാട്ടുമൃഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കിളികൾ. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ പൂളിൻ്റെ ആ ഒരു വ്യൂ, ഞങ്ങൾ നിന്നിട്ടുള്ള റൂമിൻ്റെ ഏറ്റവും നല്ലൊരു അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പൂളിൻ്റെ ആ ഒരു വ്യൂ കാണാൻ പറ്റും. ഇനി നമ്മൾ ബാത്റൂമിൻ്റെ ഫെസിലിറ്റീസ് ഒന്ന് കാണിച്ചു തരാം. ബാത്റൂം നല്ല വിശാലമായിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. നല്ല സൗകര്യമുള്ള, അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബാത്റൂമാണ്. ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ ഒരു നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള ബാത്റൂമാണ്. ഇവിടെ മറ്റൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്യ എന്ന് കൊടുത്തിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുള്ള ഒരു വുഡിൽ ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ് ലാമ്പ് ഒരു ട്രഡീഷണൽ രീതിയിൽ ചെയ്തിട്ടുള്ളൊരു ബെഡ് ലാമ്പാണ്. അത് നല്ല ലുക്കുണ്ട് സാധനം. നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന ഒരു ഇതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്യ ഹോളിഡേ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടുത്തെ ഔട്ട്ഡോർ വിശേഷങ്ങൾ, ഇൻഡോർ വിശേഷങ്ങൾ, റൂമിൻ്റെ ഫെസിലിറ്റീസൊക്കെ പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സിനും ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു സൈലൻറ്റ് ഏരിയയാണ്. വേറെ ശല്യങ്ങളൊന്നുമില്ല. ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അതിനോട് പരിഹാരം കണ്ടിട്ടുണ്ട്. വൈഫൈ ഉണ്ട്, ഒരു പ്രശ്നമില്ല. ഇവിടെ ഐസൊലേറ്റഡ് ആയി പോകുന്നുള്ള യാതൊരു പേടിയും വേണ്ട. ഏതായിരുന്നാലും അടുത്ത ഒരു ഡിസംബറൊക്കെ ആവും, സീസണൊക്കെ ആകുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ട്രയൽ റണ്ണിങ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 12 റൂമുണ്ട്. ബാച്ചിലേഴ്സിന് ഒരു റൂമിൽ 5 പേര് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ നല്ല പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടാണ്. വന്യ എന്ന് പറയുന്ന ആ പേരിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന, കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് വന്യ ഹോളിഡേ റിസോർട്ട്. ഏതായിരുന്നാലും നമ്മൾ വന്യയിൽ നിന്ന് ഇറങ്ങുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ബൈ.